ലീഗിൽ മൊത്തത്തിൽ ഈ അൻവർ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ യു.ഡി.എഫിനോ പ്രത്യേകിച്ച് കോൺഗ്രസിനോ ഉണ്ടായ പാളിച്ചകളെക്കുറിച്ചുള്ള വിമർശനങ്ങൾ ലീഗ് ഉന്നയിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. അതെ, ലീഗിന്റെ വിമർശനങ്ങൾ പൂർണ്ണമായും, അതായത് കൂടുതലും അത് പ്രതിപക്ഷ നേതാവിനെതിരെ തന്നെയാണ്. പ്രതിപക്ഷ നേതാവ് ഏകപക്ഷീയമായി ചില തീരുമാനങ്ങൾ എടുക്കുന്നു, പിടിവാശി കാണിക്കുന്നു വി.ഡി. സതീശൻ എന്നുള്ളതാണ് ലീഗിനുള്ള ഒരു ഏറ്റവും വലിയ ഒരു വിമർശനമായി നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഇന്നലെ ലീഗ് നേതൃയോഗത്തിലും ആ വിമർശനം ഉയർന്നിരുന്നു. ലീഗിന്റെ ആ വിമർശനത്തെ സാധൂകരിക്കുന്നതാണ് അൻവർ ഹിറ്റ്ലർ എന്ന് തന്നെ വി.ഡി. സതീശനെ ഇന്നുകൂടി അഭിസംബോധന ചെയ്യുന്നത്. ഒപ്പം ഇത് വിഷയം വഷളാക്കിയത് കോൺഗ്രസ് നേതൃത്വമാണ്. ലീഗ് പരമാവധി ഇതിന് സമവായത്തിന് ശ്രമിച്ചു, പക്ഷേ കോൺഗ്രസ് നേതൃത്വത്തിന്റെ വഴക്കമില്ലായ്മയാണ് കാര്യങ്ങൾ വഷളാക്കിയതെന്നാണ് ലീഗ് പറയുന്നത്. അതെ, കാരണം ലീഗിനെ സംബന്ധിച്ച് ഇനി ഒരു ടേം കൂടി പ്രതിപക്ഷത്തിരിക്കേണ്ടത് മലപ്പുറം കൂടിയാണ്, ലീഗിന്റെ തട്ടകമാണ്. അപ്പോൾ ലീഗ് കാര്യക്ഷമമായി ഇടപെട്ടു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. പി.കെ. കുഞ്ഞാലിക്കുട്ടി ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു. പി.വി. അൻവർ പറയുന്ന ഒരു പേര്, ആവർത്തിച്ച് പറയുന്ന ഒരു പേര് കുഞ്ഞാലിക്കുട്ടിയുടെ പേരാണ്, ആവർത്തിച്ച് വിളിച്ചു. പക്ഷേ അതിനോട് കാര്യക്ഷമമായി കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചില്ല എന്നൊരു വിമർശനം കൂടി. അതായത് ഒരു ഒത്തൊരുമ പ്രകടമായില്ല കോൺഗ്രസ് നേതൃത്വത്തിൽ എന്ന വിമർശനമാണ് ലീഗ് പ്രധാനമായിട്ട് ഉന്നയിക്കുന്നത്. നമുക്കറിയാം, ഓരോ നേതാക്കൾ പറയുമ്പോൾ ചിലർക്ക് അൻവർ വരണമെന്നുണ്ട്, ചിലർ വേണ്ട, അൻവർ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ ഈ പ്രശ്നത്തെ വഷളാക്കിയെന്നാണ് ലീഗ് സൂചിപ്പിക്കുന്നത്. വിഭാഗീയത തിരിച്ചടിയാകരുത് എന്ന ഒരു മുന്നറിയിപ്പാണ് ലീഗ് കോൺഗ്രസിനോട് തന്നെ. നമുക്കറിയാം, ആര്യയുടെ ഷൗക്കത്ത്, വി പ്രകാശ് അല്ലെങ്കിൽ ജോയ്, അങ്ങനെ പല വിധത്തിൽ അത്തരം വിഭാഗീയ ചിന്തകൾക്കോ തർക്കങ്ങൾക്കോ കോൺഗ്രസിൽ ഇടയുണ്ട് എന്നതാണ്. അത് ഒരു കാര്യം നമ്മൾ ഓർക്കണം. ഇപ്പൊ പി.വി. അൻവർ മത്സരിക്കുകയാണെങ്കിൽ പി.വി. അൻവർ എതിർക്കുന്നത് പിണറായി സത്യാണ്, യു.ഡി.എഫ് എതിർക്കാൻ പോകുന്നതും പിണറായി സത്യാണ്. അപ്പൊ രണ്ടാളുകൾ ഒരേ ആവശ്യങ്ങളിൽ ഒരേ ഭരണവിരുദ്ധ വികാരം പറയുമ്പോൾ ജനങ്ങൾ ഏത് കേൾക്കും, വോട്ടുകൾ സ്പ്ലിറ്റ് ആയി പോകില്ലേ എന്നൊരു ആശങ്ക ലീഗിനുണ്ട്. പക്ഷെ അത് കോൺഗ്രസ് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്തായാലും ഈ ആശങ്കകളൊക്കെയാണ് ലീഗ് അറിയിച്ചത്, അത് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു. ഈ വിഭാഗീയതയൊക്കെ ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കാനുള്ള ഇടപെടൽ കൃത്യമായി വേണമെന്നൊക്കെ ലീഗ് മുൻപോട്ട് വെച്ചതാണ്. നിലമ്പൂരിൽ തിരിച്ചടി നേരിട്ടല്ല. അതുകൊണ്ടാണ് നമ്മൾ അബ്ദുൽ ഹമീദിന്റെ വാക്കുകൾ പ്രത്യേകം എടുത്തു പറയേണ്ടത്. ഇവിടെ ജയിക്കേണ്ടത് ലീഗിന്റെ മാത്രം ഉത്തരവാദിത്വമല്ല എന്ന് ഒരു ലീഗ് എം.എൽ.എ കോൺഗ്രസിനോട് പറയുകയാണ്. അപ്പോൾ ജയം ഉറപ്പാക്കാനായി ലീഗ് പോരാടുന്നുണ്ട്. അതിൽ എന്തെങ്കിലും പാളിച്ച വന്നാൽ അത് കോൺഗ്രസിന്റെ തലയിലേക്ക് മുഴുവൻ കാര്യങ്ങളും കോൺഗ്രസിന്റെ എന്ന് പറയുമ്പോൾ അത് വി.ഡി. സതീശന്റെ തലയിലേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.